Hi all. Audible അല്ലേ കേക്ക് സാറ്? Yes, audible ആണ്. Okay. Hi all, good morning. പ്രൊജക്ട് ടെസ്റ്റിന്റെ 172 ദിവസത്തെ മോർണിംഗ് വൈബിലോട്ട് ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിശ്വസിക്കുന്ന റബ്ബിന്, ദൈവത്തിന് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. Okay all, thank you so much. Thank you all. ഇന്ന് ഇവിടെ ആക്ച്വലി ഞാനും ഫാത്തിമയാണ് ഇന്ന് സെക്ഷൻ ചെയ്യുന്നത്. നമുക്കൊരു പ്ലാനിങ്ങും ഇല്ല. കെ സാർ പറഞ്ഞപ്പോ എന്തായാലും ചെയ്യാം എന്നൊരിതാണ്. സിറ്റുവേഷൻ ഇന്ന് ഒഴിവ് പറയേണ്ടതാണ്. എപ്പോഴും ഒഴിവ് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് ഏറ്റെടുത്തത്. ഓക്കെ, സോ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ല എന്താണ് സംസാരിക്കേണ്ടതെന്ന്. ഫാത്തിമയും നമ്മളുടെ വയനാട്ടിലെ സെക്ഷൻ കഴിഞ്ഞു. ആളുടെ വീട്ടിൽ ഇന്നലെ ഓട്ട് കഴിഞ്ഞു. ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. ആക്ച്വലി ഞാനിപ്പോ വിളിച്ചപ്പോഴാണ് അവൾക്ക് നല്ല തലവേദന ഉണ്ട്, എന്താ ചെയ്യാന്നുള്ള. അപ്പൊ എന്തെങ്കിലും പ്ലാൻ ഇല്ലാത്തൊരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ഇവിടെ പറയാണ്. നമ്മളൊരാൾ വിളിച്ചൊരു കാര്യം പറയുമ്പോ നമ്മൾ ഒഴിഞ്ഞ വേറെ ആളെ കണ്ടെത്തണം. അതാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചത്. അപ്പൊ അത് വേണ്ട, നമുക്ക് തന്നെ മാക്സിമം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ടെസ് എന്ന പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു ടെൻഷനാണ് നമ്മളിനെ ഈ പിന്നോട്ട് ഇതാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എല്ലാവരുടെ മുന്നിൽ സംസാരിക്കാനും ഒറ്റയ്ക്ക് ഒരാളെ കിട്ടി സംസാരിക്കുമ്പോഴും ആ ഒരു വ്യത്യാസം ഇപ്പോഴും മാറിയിട്ടില്ല. ശരിയാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിരിക്കണം. ഈ മോർണിംഗ് വൈബ് കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് എല്ലാവരും ഷെയർ ചെയ്തിൽ തന്നെയാണ് നമ്മൾ ഓരോന്ന് പഠിച്ചു വരുന്നത്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ മോർണിംഗ് വൈബ് തുടങ്ങിയ പിന്നെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രൊജക്ട് ടെസ്റ്റിൽ ഞാൻ വന്നിട്ട് 1 year കംപ്ലീറ്റ് ആയി. പക്ഷെ ഈ ഒരു സെക്ഷൻ കേട്ട് തുടങ്ങിയ പിന്നെ എൻ്റെ ലൈഫിൽ വന്ന ഒരു വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി എന്ന് തന്നെ പറയാം. ഇപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെ, കാരണം ഒരുപാട് പ്രശ്നങ്ങളുള്ള നിമിഷത്തില് ഈ ഒരു പ്രൊജക്ട് ടെസ്റ്റ് ടോപ്പ് 8 ഗ്രേറ്റ് ലീഡർ തന്നെ ഖലീൽ സാറാണ് എൻ്റെ കയ്യിൽ തന്നത്. താങ്ക് യു സോ മച്ച്. അതിൽ ഞാൻ എപ്പോഴും ആ ഒരു വ്യക്തിയോടായാലും ടോപ്പ് 8 എല്ലാ ലീഡേഴ്സിനോടായാലും പേഴ്സണലി നല്ല അടുപ്പമുണ്ട്. എല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി പറയാണ്. ബിക്കോസ് നമ്മൾ ഒരു ദിവസം പോലും അവരെ ആലോചിക്കാത്തതില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു ചെറിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടുമ്പോഴും അവര് കാരണമാണല്ലോ എന്നതും, പിന്നെ നമ്മൾ അയൺ ലേഡി എന്ന് പറയുന്ന നുഷ്രത്ത് മേഡായാലും സ്റ്റാർട്ടിങ്ങിൽ വളരെ ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിന്റെ തായ്ലാൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത ആ ഒരു നിമിഷത്തിൽ അവിടെ എല്ലാവരെയും കണ്ട് ഹസ്ബൻഡ് തിരിച്ചു വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൊജക്ട് ടെസ്റ്റ് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റും. നുഷ്രത്ത് മേഡായിട്ടും എല്ലാ ലീഡേഴ്സായിട്ടും അവർക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് എനിക്കും അതിൽ വളരെ സന്തോഷമാണ്. നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടി, നമ്മുടെ ഫാമിലിയിൽ അവർ പോയി തിരിച്ചു വന്നിട്ട് തരുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. ഫാമിലി സപ്പോർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. നമ്മൾ വീട്ടിൽ അറിയാണ്ട് ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാളും കൂടിയാണ് ഞാൻ. എന്തായാലും ഇന്ന് ഈ ഒരു നിമിഷം ഒരു പ്ലാറ്റിനം റാങ്കിലേക്ക് എനിക്ക് എത്താൻ ഈ ഒരു 1 year ആയിട്ട് നമ്മളുടെ കയ്യിൽ ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ട് ഇന്ന് എനിക്ക് അവിടെ എത്താനേ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം ഒരു നവംബർ ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ വർക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ എല്ലാവരും നമ്മളുടെ ഈ പ്രൊജക്ട് ടെസ്റ്റിന്റെ ഇന്നലെ മീറ്റിംഗ് കേട്ട എല്ലാവർക്കും ഒരുപാട് പുതിയ പുതിയ ന്യൂ അപ്ഡേഷൻസുകളും നമ്മളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ നമ്മുടെ മാനേജ്മെന്റ് 3 പേരും അവരെല്ലാവരും ഇന്നലെ അവിടെ സംസാരിച്ചതാണ്. അബുക്കാവട്ടെ,
രഞ്ജിത്ത് സാർ ആവട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റിംഗ് ഹെഡ് കെവിൻ സാർ, എല്ലാവരും പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചു തന്നു. ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ ഏറ്റെടുത്ത് വിശ്വസിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാവും, ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ ആയി ഞാനിവിടെ എത്തിയെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്, തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു കുറച്ച് പേര് മാത്രം. അവരും ഹാപ്പിയാണ്, നമ്മളോട് തിരിച്ച് ഒന്നും ചോദിക്കില്ല, എന്ത് വന്നാലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഫീൽ ചെയ്യുന്ന കുറച്ച് പേരിലോട്ട് മാത്രമാണ് ഞാൻ എത്തിച്ചത്. അതിൽ നിന്നും നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇവിടെ നടക്കണേന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡെയിലി മീറ്റിംഗ് കേൾക്കുമ്പോൾ നമ്മൾ ഓരോന്ന് കാണാണ് പ്ലാൻ. ചില ദിവസം ഇപ്പൊ ഷാഫി സാറൊക്കെ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവാറുണ്ട്. സോ ഇതില് ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ തരുന്ന ഉറപ്പാണ്, നമ്മൾ ഏറ്റെടുത്ത് മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടൈമിൽ, ഞാനൊരു ടാർഗറ്റ് വെച്ച കാര്യമൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞു, സഫയർ റാങ്ക് ആവാൻ വേണ്ടി എനിക്കൊരു മനസ്സിലൊരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് എത്താൻ പറ്റി. അതുപോലെ തന്നെ ഇപ്പോ നിൽക്കുന്ന പ്ലാറ്റിനം റാങ്കിലേക്കായാലും എനിക്ക് അതിന് സാധിച്ചു. ഇന്ന് നമ്മൾക്ക് ഈ സെക്ഷൻ സംസാരിക്കാൻ വരുന്നത് ഫാത്തിമയാണ്. ആക്ച്വലി അവളും ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞാൻ വീണ്ടും പറയാണ്. സോ അവൾ ഇന്നലെ പേൾ റാങ്കിലെത്തിയ ആ ഒരു സന്തോഷം കൂടി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളുടെ ടീമിൽ വരുന്ന എല്ലാവരുടെയും ചെറിയ ചെറിയ വിജയങ്ങളായ വലിയ വിജയങ്ങളായ നമ്മൾ അവരെ കൂടെ പിടിക്കുക, അവർക്ക് വേണ്ട ധൈര്യം കൊടുക്കുക, നമ്മളെ കൊണ്ടായ പോലെ ഹെൽപ്പ് എല്ലാവർക്കും ചെയ്യുക. എനിവേ ഞാൻ ഫാത്തിമാനെ വെൽക്കം ചെയ്യാണ്. ഫാത്തിമ ഓപ്പൺ ചെയ്തോ, സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. ഗുഡ് മോർണിംഗ്. വോയിസ് ഓഡിബിൾ അല്ലേ? ഫാത്തിമ ഓഡിബിൾ ആണ്, സംസാരിച്ചു. മുഷറഫ എൻ്റെ ലീഡറാണ്, എൻ്റെ ഫ്രണ്ടാണ്. അവള് പറഞ്ഞ പോലെ തന്നെ ഒന്നും പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല. ഒന്നും പ്രിപ്പറേഷൻ അതിന് മാത്രം ഞാൻ ആളല്ല, വേറെ കാര്യം. എന്നാലും പിന്നെ ഇന്നലെ നമ്മളെ കെ സാർ വിളിച്ചു പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ലീഡർ സാറ് വിളിച്ചു പറഞ്ഞാലും ഞാൻ നോ പറയാറില്ല. എന്ത് സെക്ഷനാലും ഓക്കെ പറഞ്ഞിട്ട് ഞാൻ കയറാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സൂമിൽ വന്ന എല്ലാ വ്യക്തികൾക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഇന്നത്തെ മോർണിംഗ് എന്തെടുക്കണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ 2 ദിവസമായിട്ട് ഞാൻ പിന്നെ നമ്മളെ എന്താ പറയാ കോർ ടീമിന്റെ ഒരു പ്രോഗ്രാം ട്രെയിനിങ് ഉണ്ടായിരുന്നു നമ്മളെ വയനാട്ടിൽ വെച്ചിട്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ പ്രൊജക്ടസ് കോടിക്കണക്കിന് കമ്പനികൾ നമ്മൾ ഇപ്പോ ഈ എന്താ പറയാ പല കമ്പനികളും നമ്മൾ കണ്ടിട്ടുണ്ട്, കുറെ ഫണ്ട് അത് പോയിട്ടുണ്ട്. പക്ഷെ പ്രൊജക്ടസ് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ആർക്കും ആരോട് ഫണ്ട് മേടിക്കാം എന്നത് നമുക്ക് 100% ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും നമ്മളെ കോർ ടീമില് മുഷറഫാക്ക് വരാൻ പറ്റിയില്ല. സത്യത്തിൽ അവളെ നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. ഞാനും മോളും വേറെ ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാളും കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിന് അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരാൾക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായത് കാരണം വരാൻ പറ്റിയില്ല. അവൾക്ക് ഫാമിലി ഒരു ചെറിയൊരു പ്രശ്നം കാരണം അവൾക്കും വരാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ ഒറ്റക്കാണ് വന്നത്. അപ്പോ എന്താന്ന് വെച്ചാല് അത്രയും നല്ല ട്രെയിനിങ് ആണ് കഴിഞ്ഞ ദിവസം അവിടെ കിട്ടിയത്. നമ്മളെ ഒരു മിനിറ്റ് കേട്ടോ. അതെ, മോള് വന്നു, അതുകൊണ്ടാ. അസ്ലം സാറിന്റെ ട്രെയിനിങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നല്ല ട്രെയിനിങ് ആയിരുന്നു സാറിൻ്റെത്. കാരണം നമ്മൾ ആദ്യം നമ്മൾ കൊണ്ടുവന്ന ലീഡേഴ്സിനോട് നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ ഞങ്ങൾ കൊണ്ടുവരുന്ന ടീം, അതാണ് ശരിക്കും സാറിന്റെ ഇതാണ് എനിക്ക് ശരിക്കും അവിടെ കത്തിയിട്ടുള്ള കാരണം എല്ലാവരോടും നമ്മൾ പൈസ മേടിക്കും, അവരെ കൊണ്ട് പിന്നെ എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു എന്താ പറയാ ഇതുണ്ടാവും. കാരണം അവര് ഫണ്ട് കിട്ടിയല്ലോ, നമ്മൾക്ക് നമ്മളെ കൂടെ വന്നു, ആൾക്കാരെ ഫണ്ട് കിട്ടി, നമ്മൾ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യും. പക്ഷെ അങ്ങനെ ആവരുത് നമ്മൾ എന്നുള്ളത് സാറിന്റെ ശരിക്കും അത് മനസ്സിൽ തട്ടിയ വാക്കുകളാണ്.
കുറേ പേര് എന്നെ വിശ്വസിച്ച് കുറേ പേര് ഫണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ അവരെ കൂടി ഞങ്ങളെ കൂടെ ഞങ്ങൾ ഏത് റാങ്കിലെത്തുന്നോ അതിനും മേലെ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള സാറിന്റെ ഓരോ വാക്കുകളുണ്ട്. ശരിക്കും അത് നല്ലപോലെ കത്തിയിട്ടുണ്ട്. കാരണം ഞാനിന്ന് ഗോവ ട്രിപ്പ് അടിച്ചില്ല. പക്ഷെ എന്റെ ടീമിന്ന് വന്ന ഒരു വ്യക്തിനെ എനിക്ക് ഗോവ ട്രിപ്പ് അടിപ്പിക്കാൻ പറ്റി. ഞാനെന്താ പറഞ്ഞെ, എനിക്ക് പോയില്ലെങ്കിൽ എന്റെ ടീമിലുള്ള ആൾക്കാർ എങ്ങനെ അവരവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവരിലൂടെ എനിക്ക് ബിസിനസ് കിട്ടും 100% എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മള് വന്ന ആൾക്കാരെ നമ്മള് കൊണ്ടുവന്ന ആൾക്കാരോട് എപ്പളും നന്ദിയുള്ളവരാവണം. കാരണം മുഷറഫ് എന്നെ ഇതിലേക്ക് വിളിച്ചിട്ട് എന്നുവെച്ചാല് അവള് വന്ന സമയം എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതാ. പക്ഷെ ഞാൻ വരൂല ഫണ്ട് വേണ്ട. ഇതിനു മുമ്പ് ഒരു പ്രൊജക്ട് ചെയ്തത് കാരണം പറ്റില്ല മോളെ. കാരണം എന്താന്ന് വെച്ചാല് വീട്ടിലെന്തായാലും ഒരു വലിയൊരു എമൗണ്ട് കൊണ്ടുപോയിട്ട് കളഞ്ഞോണ്ട് പടച്ചോനോർത്ത് പാത്തു നീ ഫണ്ടുള്ള പരിപാടിക്ക് നിക്കല്ലേ, കൊണ്ടുപോയിട്ട് കളയല്ലേ, 100% എന്ന് പറയും. എന്നിട്ട് അവള് വിളിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ ഐഡിയ അടിക്കാം, ഞാൻ ഫണ്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് അവളാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. കൊണ്ടുവന്നിട്ട് ഒരു 4-5 മാസം എനിക്ക് ഇതിലെത്താൻ പിന്നെയും എനിക്ക് സമയം എടുത്തു. കാരണം കാരണം അവൾ എന്ത് പറഞ്ഞിട്ടും ഞാൻ കേട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അവൾ ഇട്ട ഫണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ചെറിയൊരു എമൗണ്ട് അത് അവളോട് ഞാൻ എന്താ പറഞ്ഞേ, നിന്റെ ഐഡിയിൽ ഇട്ടാ മതി, എന്റെ ഐഡിയിൽ നീ ഇടണ്ട, പോയാ നീ തന്നെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് പോയാ നീ എന്നെ തരണം എന്ന് പറഞ്ഞിട്ടാണ് ഫണ്ട് ഇട്ടിട്ടുള്ളത്. പക്ഷെ പിന്നെ ഞാൻ അയച്ചു ആ ഫണ്ട് ഞാൻ ശരിക്കും എന്റെ അടുത്തിട്ട എനിക്ക് അതിന്റെ വരുമാനം കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഓർത്തില്ല. പിന്നെയാണ് ഞാൻ അതിലേക്ക് വന്നതും ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് പിന്നെ അത്രയും വിശ്വസിച്ചും ലീഡേഴ്സ് ഷൈൻ സാറൊക്കെ എന്നെ ആദ്യം ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സാറ് പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടായില്ല. പിന്നെ നമ്മളെ പൈമാളിൽ വെച്ചിട്ട് ഒരു മൈക്രോ മീറ്റ് നടത്തിയപ്പോഴാണ് ഒരു സുധീർ സാറ്, ഷൈൻ സാർ ഉണ്ടായില്ല, ഖലീൽ സാർ, അങ്ങനെ കുറച്ച് ടോപ്പ് 8 തന്നെ കുറച്ച് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവര് കണ്ടു, സംസാരിച്ചു. റഫീഖാക്കൊക്കെ അറിയാം, കുറെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റഫീഖ അവിടെ നിന്നും കുറെ മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് ഭാഗം ഞാൻ എന്റെ മൈൻഡിൽ സെറ്റില് അത് പ്രൊജക്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെ നിന്നിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റിൽ വന്നത്. അൽഹംദുലില്ലാ ഒരു മൂന്ന് മാസം കൊണ്ട് എനിക്ക് പേൾ റാങ്കിൽ എത്താൻ പറ്റി. ഞാൻ അവിടെ ട്രെയിനിങ് കഴിഞ്ഞു. ഞാൻ 2 ദിവസം കൊണ്ട് ഞാൻ നിൽക്കുന്ന റാങ്കിൽ നിന്ന് മാറും എന്ന് വിചാരിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇന്നലെ കണ്ണൂരിന്ന് 1,00,000 റുപ്യന്റെ ബിസിനസ് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇങ്ങോട്ട് വിളിച്ചിട്ടാ പറഞ്ഞത്, മോളെ എനിക്ക് എന്റെ 1,00,000 റുപ്യ ഇടണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടീം വർക്ക് ചെയ്യാന്ന്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലുണ്ടല്ലോ, സത്യത്തിൽ അത് നടക്കുമെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. പക്ഷെ 2 ദിവസം ഞാൻ കൊടുത്തെങ്കിൽ 1 ദിവസം കൊണ്ട് എനിക്ക് ആവാൻ പറ്റി. പേൾ റാങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുകയാണ്. ഇനിയിപ്പൊ പറയാണ് അടുത്ത റാങ്ക്, ഞാൻ ഇന്നലെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത റാങ്ക് ഇതിനെ കൊണ്ടാവും എന്നുള്ളത്. പിന്നെ നമ്മളെ അസ്ലം സാറിന്റെ ഒരു ട്രെയിനിങ്ങിന് തന്നെ അവിടെ നിന്ന് എനിക്കൊന്ന് ഇതായൊരു എന്നെ ഉള്ളിൽ കൊണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും എന്റെ ഫാമിലിനെ ഞാൻ അത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഞാൻ ഈ വർക്കിനൊക്കെ പോകുമ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുന്ന കാര്യം എന്താ, ലീഡേഴ്സിനാണ്. ഇന്ന് കോഴിക്കോടാണെങ്കിൽ നാളെ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ എന്റെ വീട്ടിൽ തന്നെ നിൽക്കും. ഒരു ദിവസം അവിടെ നിന്നിട്ടാണ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരും. എന്റെ മോളെ സ്നേഹം എനിക്ക് കുറയോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവളെ നിൽക്കുകയാണ്, അവളിവിടെ സേഫ് ആണ് എങ്കിൽ പോലും എന്റെ ഒരു സാന്നിധ്യം അവൾക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്. എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇത് വന്ന സമയത്താണ് മിനിഞ്ഞാന്നത്തെ ട്രെയിനിങ്ങിൽ എന്നെ ശരിക്കും സാർ എന്റെ വാക്കുകൾ നെട്ടിച്ചത്. കാരണം ഒരു 3-4 മാസം നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിച്ച് നല്ലൊരു എന്താ പറയാ മണി ഫ്രീഡം നമ്മൾ തുടങ്ങിയ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും. ഈ നെഗറ്റീവ് പറയുന്ന ഫാമിലി പോലും, എന്റെ ഫാമിലിയിൽ ആർക്കും ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് അറിയില്ല. എന്റെ സ്വന്തം ഫാമിലിയിൽ അറിയില്ല. ഇക്കാന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എഡ്യൂക്കേഷനും പിന്നെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കിത് അറിയാം ഞാൻ വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ എന്റെ ഫാമിലിയിൽ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. അപ്പോ അവര് പോലും ഇന്ന് നാളെ ഞാനൊരു ഉറുപ്പ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓളാ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം അവരെന്തായാലും ഉറപ്പാലും വരും. എങ്ങനെയാണ്, നീ ഏതാണ് പ്രൊജക്റ്റ് എന്ന് ചോദിച്ചിട്ട് വരും എന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യം ഞാനൊരു എന്താ പറയാ 10 ഉറുപ്പ്യ ഉണ്ടാക്കി അവരെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാവരും വരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല്, പിന്നെ കെ സാർ, ഒരു കാര്യമുണ്ട്, നമുക്ക് വയനാടിന്റെ എക്സ്പീരിയൻസ് ആരെങ്കിലും നമ്മൾ ഇതിന്റെ അകത്തുള്ള ആരെങ്കിലും കൊണ്ട് നമുക്കൊന്ന് പറയിപ്പിച്ചൂടെ? ഓക്കെ ഓക്കെ. അതിലെനിക്ക് ശിവദാസൻ സാറിനെ പറയുന്നത്, ഞാനും ശിവദാസൻ കുറെ നേരം അവിടെ വയനാട്ടിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശിവദാസൻ സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയും. കാരണം സത്യത്തിൽ കയ്യിലൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട്.
ശിവദാസൻ സാറേ 2 വാക്ക് നമ്മളെ വയനാടിന്റെ എക്സ്പീരിയൻസ്. മൈക്ക് ഓണാക്കാൻ പറയാനാ ശിവദാസ് സാറ് പറയുന്നത്. അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സാർ ആക്ഷൻ കാണിക്കുന്നുണ്ട്, മൈക്ക് ഓൺ ആവുന്നില്ല. ആയില്ല. സാറിന് മൈക്ക് ഓൺ ആവുന്നില്ലല്ലോ. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വേണ്ടേ? ഒരു മിനിറ്റ്. ആ പിന്നെ ഷീബത്താനെ ഒന്ന് ഇതാക്കിക്കോട്ടോ. ഞങ്ങൾ ഒന്നിച്ചൊരു റൂംമേറ്റ് ആയിട്ട് ഒരു ദിവസം നിന്നതാണ്. സത്യത്തിൽ പറയണ ഈ പ്രൊജക്ട് ടെസ്റ്റിൽ വന്നിട്ട് നല്ലൊരു കുടുംബം പോലെ കഴിയാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഷീബത്ത, ഞാന്, പാനു, പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ട്. 3 പേരും ഒന്നിച്ചായിരുന്നു നിന്നത്. ശരിക്കും സത്യത്തിൽ എന്താ പറയാ ഒരു ഒരു ഇത്ത എന്ന രീതിയിൽ നമ്മൾ അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്ത ഒരു വ്യക്തിത്വം ഷീബത്ത. പറയാൻ വയ്യ. ഫാത്തിമ. ഓക്കെ സാർ പറഞ്ഞോളൂ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളെ ഷീബത്ത. അതെ, അൺമ്യൂട്ട് ആണ്. ഷിബത്തെ 2 വാക്ക് പെട്ടെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. Good എന്തായാലും ഇങ്ങനെ ഒരു അവസരം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു പാത്തു, താങ്ക് യു മുഷറഫ. പിന്നെ ഞാനവിടെ വരണമെന്ന് എന്തായാലും നമ്മള് 2 ദിവസം മുന്നേ വരെ ഞാന് തീർച്ചയായിട്ടും വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ തലേ ദിവസം ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ വിചാരിച്ചിനി വേണ്ട. ആ ഒരു ടെൻഷൻ കൊടുക്കുന്ന പോലെ നമുക്ക് ആ ഒരു വൈബ് കിട്ടില്ലല്ലോ അന്ന് വിചാരിച്ചു. പക്ഷെ ഷാൻ ഭായി ഒക്കെ വിളിച്ച് പറഞ്ഞു അത് പറ്റൂല, നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങൾക്കിപ്പോ അതിപ്പോ അത് നടക്കൂലല്ലോ, ആ കാര്യം നടക്കൂലല്ലോ, അപ്പൊ നിങ്ങൾ തീർച്ചയായും വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഹസ്ബൻഡൊക്കെ എന്നോട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മനസ്സിനൊരു ടെൻഷൻ ഉള്ളപ്പോ നമുക്കത് പറ്റൂലല്ലോ. എന്തായാലും ഞാൻ വന്നില്ലെങ്കിൽ അതിന്റെ ജീവിതത്തില് ഏറ്റവും വലിയ എന്താ പറയാ ഒരു പോരായ്മ തന്നെ ഉണ്ടായിരുന്നത്. വന്നപ്പോ തന്നെ നമ്മളെല്ലാം മറന്ന് പക്ഷെ ഇപ്പൊ പോലും ഞാൻ എപ്പോ എണീറ്റ ആളാന്നറിയോ. പക്ഷെ അപ്പോഴും നമുക്ക് ആ വയനാട്ടിലത്തെ ആ ഒരു ഇത് തന്നെയാണ് വരുന്നത്. അസ്ലംബായിയുടെ പിന്നെ ആ സ്പീച്ചും പിന്നെ നമ്മളെ ഓരോ ടീം അവിടെ ഓരോ ടീമിന്റെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതും ഒക്കെ കൂടിയിട്ട് എന്താ പറയുക അടിപൊളി തന്നെയായിരുന്നു. പിന്നെ പാത്തു, ബാനു, ജെസ്സി, ഞങ്ങൾ 4 പേരായിരുന്നു റൂമില്. ഇവരൊക്കെ എന്താ ഇപ്പൊ ഇവര് കാണുന്ന പോലൊന്നല്ല.
എന്താ പറയാ, ഞങ്ങള് സ്വന്തം ഒരു ജ്യേഷ്ഠത്തി അനിയത്തികളെ പോലെ എവിടൊക്കെ കിടന്ന ആൾക്കാരാണ് ഞങ്ങള്. പക്ഷെ കുറച്ച് സമയങ്ങള് ഞങ്ങൾക്ക് അത് പോരാന്നൊക്കെ തോന്നണ ഇപ്പൊ. ഇനിയിപ്പോ ഗോവ അച്ചീവ്മെന്റ് എന്തായാലും നേടണം എന്നുണ്ട്. നേടിയാലും വരാൻ പറ്റില്ല, മോന്റെ കല്യാണമാണ് മെയ് 9, 10. ഈ 1-ാം തീയതി പോയി ഞാൻ എന്താ ചെയ്യാ? ഞാനിങ്ങനെ ഇപ്പൊ കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് സമയത്ത് പോലും എങ്ങനെ ഞാൻ ഗോവയിലേക്ക് പോവും, ഇവിടെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞ വരാന്. ഇനിയും എന്തായാലും നമുക്ക് ഇനിയും കൂടണം. അതുപോലെ 2 മാസം കൂടുമ്പോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടണം. എന്തായാലും നമ്മുടെ ടെസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുടുംബം പോലെയാണ്. അവിടെ പോയപ്പോ ലീഡർമാരില്ല, നമ്മളെല്ലാരും ഒരു എന്താ പറയാ സഹോദരന്മാരെ പോലെ നമ്മളെ നയിക്കാൻ കുറച്ച് ആൾക്കാര്. എന്തായാലും അടിപൊളിയായിരുന്നു. വരാത്തവർക്ക് ഒരു തീരാ നഷ്ടമായി. മുഷറഫക്ക് ടെൻഷൻ വരുന്നുണ്ടാവും, സോറിട്ടാ. എന്തായാലും ടെസ്സിലൂടെ വിജയിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് അച്ചീവ്മെന്റ് എടുക്കണം. നമ്മളെ കൂടെ വന്നവര് നമ്മള് ഒരുപാട് വിജയിപ്പിക്കണം. എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കണം. എന്തായാലും ഈ ടെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇപ്പൊ ദുആ ചെയ്യണത്, അല്ലേ? എല്ലാവരും അതെ, എല്ലാവരും പ്രാർത്ഥനയിലും ടെസ് നമ്മളെ പ്രൊജക്ട് ഉണ്ടാവും. എന്തായാലും ആ മാനേജ്മെന്റിനും നമ്മളെ നുസ്രത്ത് മാഡത്തിനും നമ്മളെ ടോപ്പ് 8 ലീഡർമാർക്കും ഒരുപാട് താങ്ക്സ്. എന്തായാലും എല്ലാവർക്കും പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ താങ്ക് യു മച്ച്. താങ്ക് യു ശിവത്ത. എന്തായാലും ശിവത്ത പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല കേട്ടാ. പക്ഷെ ശിവത്തയുടെ ആ മുഖം അവിടെ കണ്ടപ്പോ ഒന്ന് വിളിക്കണം എന്ന് തോന്നി. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാം നമുക്ക് കോർ ടീമിന് മാത്രമായിരുന്നു. നിങ്ങളിൽ ഇതിനകത്ത് വന്ന ഓരോരുത്തർക്കും ഒരു സെക്ഷനായിട്ട് എന്തായാലും ഉണ്ടാവും. കാരണം ഇങ്ങനെയുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമും വെക്കുമ്പോൾ ആരും നെഗറ്റീവ് അടിച്ച് നിൽക്കരുത്, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കാരണം ഞങ്ങളുടെ വിജയം മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നെഗറ്റീവ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി മാറിക്കിട്ടണം. പിന്നെ പേടികൾ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പേടിയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം പ്രൊജക്ടേഴ്സ് ആരോടും എവിടെയും പറയാം. ട്രെയിനിൽ നിന്നൊക്കെ നമ്പേഴ്സ് ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് അവരെ ഫ്രീ ആകുമ്പോൾ അവരെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ 2-3 കോണ്ടാക്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആരോടും ധൈര്യപൂർവ്വം ഇപ്പൊ പ്രൊജക്ടേഴ്സ് പറയാം. അത് കാണിച്ചു കൊടുക്കാനും നമ്മളെ മുമ്പിലുണ്ട്. അതിൽ നിന്നുള്ള കരുത്തനായ 3 മാനേജ്മെന്റ്, നമ്മളെ ടോപ്പ് 8 8 ലീഡേഴ്സ്, ഞങ്ങളെല്ലാവരും പറയുന്ന അയൽ ലേഡി എന്ന് പറഞ്ഞ നുസ്രത്ത് മാഡം. നുസ്രത്ത് മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങള് സത്യത്തിൽ നെട്ടുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു അഹങ്കാരം ഒന്നുമില്ല. ഒരു പാവം എന്താ പറയാ, നല്ലൊരു വ്യക്തിത്വമാണ് കേട്ടോ. ഞങ്ങളെ കൂടെ ഞങ്ങളിൽ ഒരാളായിട്ടാണ് മാഡം ഇന്നലെ 2 ദിവസം അവിടെ പ്രോഗ്രാമിൽ ഉണ്ടായത്. അത്രയും നല്ലൊരു വ്യക്തിത്വമാണ്. പിന്നെ നല്ല എന്താ പറയാ, ടോപ്പ് 8 തന്നെയാണ് കേട്ടോ പ്രത്യേകം നന്ദി പറയാനുള്ളത്. ഞങ്ങളെ വർക്കിന്റെ കാര്യങ്ങൾ എവിടെ വിളിച്ചാലും എല്ലാവരും കട്ടക്ക് ഞങ്ങളെ കൂടെ ഉണ്ടാവാറുണ്ട്. എന്താ പറയാ, അഥവാ ഇനി ഫോൺ കോളിലൂടെ ആണെങ്കിലും അവര് ബിസി ആണെങ്കിൽ പോലും ഇന്ന ആള് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ ഇത്രയും നല്ല പ്രൊജക്റ്റും ഇത്രയും നല്ല ഇതും കിട്ടിയിട്ട് എന്തിനാ നിങ്ങൾ മടിച്ചേക്കുന്നത്? പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എന്തിനാ മടിച്ചേക്കുന്നത്? നിങ്ങൾ ധൈര്യപൂർവ്വം ഈ പ്രൊജക്റ്റിലേക്ക് പോവാ. അത്രയും ഇന്നിപ്പോ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഡബിളാക്കി നമുക്ക് മാറ്റാൻ പറ്റിയ നല്ലൊരു പ്രൊജക്റ്റ് ആണ്. നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡവും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി, ഒരു ഓഫീസ് ജോലി പോലെയല്ല. നമുക്ക് ഇഷ്ടമുള്ള ടൈം വർക്ക് ചെയ്താൽ മതി. ഇഷ്ടമുള്ള ടൈം നമ്മളെ സമയത്ത് വർക്ക് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക, ഫാമിലിനെ കൂടെ കൂട്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊജക്റ്റ് ആണ്. ആരും ഇത് മിസ് ചെയ്യരുത്. അപ്പോ ഇത്രയേ ഉള്ളൂ. പിന്നെ കൈവന്ന് പോകും തോന്നിയപ്പോഴാണ് നമ്മൾ 2 ലീഡേഴ്സിനെ വിളിച്ചത്. എന്തായാലും താങ്ക് യു സോ മച്ച്. മുഷറഫ. ഓക്കെ, താങ്ക് യു ഫാത്തിമ. ഇന്നത്തെ സെക്ഷൻ ആക്ച്വലി കളറാക്കാൻ നമ്മളൊന്ന് വിളിച്ചപ്പോഴത്തേനും ശിവദാസ് സാറായാലും ഷീബത്തെ ആയാലും ഓപ്പൺ ചെയ്ത് സംസാരിച്ചു. ശരിക്കും ഇന്നത്തെ മോർണിംഗ് വൈബ് അവരുടെ വാക്കുകളിൽ കൂടെ അതൊന്നും കൂടി നല്ല രീതിയിൽ വൈബായെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്തു. താങ്ക് യു സോ മച്ച് ഷീബത്താരുടെ അടുത്തും ശിവദാസ് സാറിന്റെ അടുത്തും. നമ്മൾ എന്ത് പറയും, ഇന്ന് എന്ത് ചെയ്യുന്ന ആലോചിച്ച ആ ഒരു നിമിഷം ഈ മോർണിംഗ് വൈബിൽ ഇരുന്നുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇപ്പൊ തന്നെ നമ്മൾ കണ്ട ഒരു ചേഞ്ച് ആണ്. നമ്മളുടെ ഈ മോർണിംഗ് വൈബിൽ 2 പേര് സംസാരിക്കാൻ വരുന്നു, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നെക്സ്റ്റ് എന്താന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നമുക്കൊരു അത് ആ ഒരു കൂട്ടായ്മയാണ്. നമ്മളുടെ ആ ഒരു ഫാമിലിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഇന്നിവിടെ ഫീൽ ചെയ്തു. എക്സ്പെഷ്യലി എനിക്കത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറഞ്ഞത്. കാരണം നമ്മൾ വിളിച്ചപ്പോഴത്തേനും സംസാരിക്കുക അല്ലെങ്കിൽ അവർ മടിച്ചെന്ന് നമുക്കൊന്നും പറയാനില്ല, ആ ഒരു രീതി ആ ഒരു മറുപടി തരായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട്, കാരണം ഇതിൽ വന്ന ആർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത നമ്മളിൽ ഉള്ളിൽ ഒരുപാട് ഒരു
ആ ഒരു ടച്ച് ഉണ്ട്, ഫാമിലി ടച്ച് ഉണ്ട്. അപ്പോ ഇന്ന് വേറെ ഒരു സന്തോഷം കൂടി ഉണ്ട്. എനിവേ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ പ്രൊജക്ട് ടെസ്റ്റിലൂടെ ഒരു പൊസിഷനിൽ വിജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ സാറിന്റെ സന്തോഷം പങ്കിടാനും അത് സാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് കേൾക്കാം. എനിവേ ഐ എം വെൽക്കമിങ് ഷാഹിദ് സാർ. സാർ തന്നെ സാറിന്റെ സന്തോഷം ഇവിടെ പങ്കുവച്ചോളൂ. വെൽക്കം സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓഡിയബിൾ ആണോ? ആണ് സാർ, ഓഡിയബിൾ ആണ്. ഓക്കെ. എന്നെ മാഡം പരിചയപ്പെടുത്തി, എങ്കിൽ കൂടിയും കുറെ ആളുകൾ പരിചയമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഷാഹിദ്, എടപ്പാള അടുത്താണ്, ആനക്കര ആണ് എൻ്റെ വീട്. ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം ഞാൻ കുറേയായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വാഹനം എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ എല്ലാവരെയും ഞാൻ എടപ്പാൾ KVR എന്നൊരു കാറിന്റെ ഒരു ഷോറൂം ഉണ്ട്, അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോ എൻ്റെ ഇൻവിറ്റേഷൻ നിങ്ങളെല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ഈ പ്രൊജക്റ്റ് ടെസ്റ്റിലൂടെ വലിയൊരു വിജയം അൽഹംദുലില്ലാ എനിക്ക് വന്നു. ഒരാളിലൂടെ എനിക്ക് ഏകദേശം ഒരു 8 കോടിയോളം ബിസിനസ് ഉണ്ടാക്കാൻ പറ്റി. അൽഹംദുലില്ലാ, വലിയൊരു വിജയമാണ്. അതുപോലെ നമ്മളെല്ലാവരും ഇത് നടക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മളൊരു മൈൻഡ് സെറ്റാണ്, നമ്മൾ മുന്നിലേക്ക് ഇറങ്ങുക, പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുക, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലുമൊക്കെ നല്ലത് നമുക്ക് വരും. അപ്പോ പ്രത്യേകിച്ച് ഇന്നിപ്പോ ഞാൻ ഒരു പ്രിപ്പയർ ചെയ്തിട്ടൊന്നല്ല വന്നത്. അപ്പൊ ഈ സന്തോഷം പങ്കുവെച്ചിട്ട് നിങ്ങളെല്ലാവരും ഞാൻ എടപ്പാളിലെ തൃശ്ശൂർ റോട്ടിലുള്ള KVRന്റെ ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് സത്യത്തിൽ എല്ലാവർക്കും ഒരുപാട് വിജയങ്ങളാണ്. ഡെയിലി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതും വിജയങ്ങളാണ്. സാറിന്റെ ഈ സന്തോഷത്തിൽ മാക്സിമം എത്താൻ പറ്റുന്ന എല്ലാവരും ഒത്തുചേരാം. സാറ് പ്ലേസ് പറഞ്ഞു എടപ്പാള്, അപ്പോ ഷോറൂമിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്താൻ പറ്റുന്ന എല്ലാവരും അവിടെ എത്തിച്ചേരാം. അപ്പോ പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. നമ്മള് മുഷറഫ, അവർ ടൈം ചോദിക്കുന്നുണ്ട്. യെസ് സാറ് ടൈം പറഞ്ഞു. 3 മണിക്കാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത്. അപ്പോ ബാക്കി ഡീറ്റെയിലും അതിന്റെ ലൊക്കേഷനും ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ. അപ്പോ നമുക്ക് ഇനി നന്ദി പറയാനുള്ളത് ഈ മോർണിംഗ് വൈബ് കൊണ്ടുവന്ന ടീച്ചറിനോടാണ്. ഓൾവേസ് നമ്മൾ അത് കടപ്പെട്ടിരിക്കുന്നു. സുനിൽ സാറ് പറഞ്ഞ പോലെ എപ്പോഴും സാറ് പറയുന്ന വൈൻഡപ്പ് ചെയ്യുമ്പോൾ സാറ് പറയുന്ന ഒരു വാക്കാണ് സീ യു ഓൺ ദ ടോപ്പ്. ഞാൻ കണ്ടെടുക്കാണ്. എല്ലാവരും വിജയങ്ങളിൽ എത്തട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ധീരമായിട്ട്. കാരണം ഞാനൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അധികം പുറത്തേക്ക് ഒട്ടും പോവാത്ത ഒരാളും കൂടിയാണ്. എനിക്ക് വർക്ക് ചെയ്യാനും വർക്ക് കൊണ്ടുവരാൻ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. വീട്ടിലെ സപ്പോർട്ടും ആണ്. പക്ഷെ പുറത്ത് പോവാ, സ്റ്റേ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇത്തിരി പിന്നാക്കം നിൽക്കുന്നത് ബിക്കോസ് എൻ്റെ ഉപ്പ എൻ്റെ കൂടെയാണ്, അത്യാവശ്യം ഏജ്ഡാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം. അതാണ് എനിക്ക് അങ്ങനെ 1 ഡേ സ്റ്റേ കാര്യങ്ങളൊന്നും പറ്റാത്തത്. പക്ഷെ എനിക്ക് ആ വയനാട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു അവസരം വരും. ഷീബത്ത് ഇപ്പൊ പറഞ്ഞ പോലെ തലേദിവസം വരെ പോവില്ല എന്ന് വിചാരിച്ച വ്യക്തി അവിടെ എത്തി. അതേപോലെ ഇത്താക്ക് ഗോവ ട്രിപ്പ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഷിബത്താക്ക് എത്താൻ പറ്റട്ടെ. എല്ലാവരും ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്യാം. നമ്മളുടെ മുമ്പിൽ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. ഏറ്റെടുത്ത് നെഞ്ചോടടുപ്പിച്ച് നമ്മളെ ശശി സാറിന്റെ വാക്കാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് പേരുടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ. നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ഓഫ് യു.